Next theorem, suppose that S and T are sets and that T subset of S. If S is a finite set, then T is a finite set. S ഉം T ഉം രണ്ട് സെറ്റ്സ് എങ്ങനെയുള്ള സെറ്റ്സ് T Sന്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് പറയുന്നത് ഇപ്പോൾ എസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടി ഫൈനൈറ്റ് ആയിരിക്കും. സെക്കൻഡ് റിസൾട്ട് പറയുന്നത് ടി ഇൻഫിനിറ്റ് ആണെങ്കിൽ എസ് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് ഫസ്റ്റ് റിസൾട്ട് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ ഏത് സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഫൈനൈറ്റ് ആയിരിക്കും. സെക്കൻഡ് റിസൾട്ട് പറയുന്നത് ഏത് ഇൻഫിനിറ്റ് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൂപ്പർ സെറ്റ് ഇൻഫിനിറ്റ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് എ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു എസ് ഫൈനൈറ്റ് സെറ്റാണ്. അപ്പം നമ്മൾ അസ്യൂം ചെയ്തു എസ് ഫൈനൈറ്റ് സെറ്റാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ഫൈനൈറ്റ് ആണ്. ഇപ്പം ടി എസിൻ്റെ സബ്സെറ്റാണ്. ഇപ്പോൾ ടിക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. either ടി ഈസ് എം ടി ഓർ ടി ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് എസ്. ടി എം ടി ആവുന്ന കേസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എം ടി സെറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് ടി ഫൈനൈറ്റ് ആണെന്നുള്ള കാര്യം നമുക്കവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ടി ഈസ് നോൺ എം ടി. എന്നിട്ട് അപ്പം നമുക്ക് നമ്മളെ പ്രോബ്ലം ഇപ്പം മാറി എസിൻ്റെ ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ നോൺ എം ടി സബ്സെറ്റ്സ് ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു എന്നിലുള്ള ഒരു എക്സ്പ്രഷൻ വേണം, നാച്ചുറൽ നമ്പേഴ്സ് എന്നിലുള്ള ഒരു എക്സ്പ്രഷൻ വേണം. നമ്മളതിന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുന്നത് അപ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ വേണം. അപ്പോൾ ആ എൻ എന്ന് പറയുന്നത് ഞാനിവിടെ എടുക്കുന്നത് എസ്സിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എസ്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ നമ്പറിലാണ് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാം, എവരി നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ ഇങ്ങനെ എഴുതിയാൽ മതി. എവരി നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് എൻ എലമെൻറ്റ്സ് ഈസ് ഫൈനൈറ്റ്. എക്ക് പകരം എൻ എന്ന് എഴുതുക. അതാണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് പി. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കാരണം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒബ്വിയസ് ആയിട്ട് ഫൈനൈറ്റ് സെറ്റിൻ്റെ നോൺ എം ടി സബ്സെറ്റ്സ് ഒക്കെ ഫൈനൈറ്റ് ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ബേസിസ് സ്റ്റെപ്പ് പ്രൂവ് ചെയ്യണം. ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം എൻ ഈസ് ഈക്വൽ ടു 1ൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ n 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ n ഇവിടെ. അപ്പോൾ n 1 ആവുന്ന കേസാണ് ബേസിസ് സ്റ്റെപ്പ്. n 1 ആകുക എന്ന് പറഞ്ഞാൽ മീനിങ് എസ്സിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് 1 ആകുക. ഓക്കെ, അപ്പം എസ്സിൽ ജസ്റ്റ് 1 എലമെൻ്റ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ടിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? എത്ര എലമെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ടി നോൺ എം ടി ആണ്, ടി എസിൻ്റെ സബ്സെറ്റാണ്. പിന്നെ ടിയിൽ ആ എലമെൻ്റ് ഉണ്ടാവാനേ പറ്റുള്ളൂ. അതായത് ഈ കേസിൽ ടി എന്ന് പറയുന്നത് എസ് തന്നെയായിരിക്കും. അപ്പം ടിയിൽ ഒരു സിംഗിൾ എലമെൻ്റ് ആണ്, അത് ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമ്മൾ ബേസിസ് സ്റ്റെപ്പ് വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ n ഈക്വൽ ടു കെക്ക് ഈ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. നമ്മൾ ചെയ്യുന്നു സപ്പോസ് ദാറ്റ് എവരി നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് കെ എലമെൻറ്റ്സ് ഈസ് ഫൈനൈറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? k+1 നമ്മളിത് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ k+1 പ്രൂവ് ചെയ്യുന്നത് കെൻ്റെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവരി നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് k+1 എലമെൻറ്റ്സ് ഈസ് ഫൈനൈറ്റ്. സോ നമ്മൾ എടുക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് k+1 എടുക്കണം. സോ ആ k+1 എലമെൻറ്റ്സ് സോ അതിൻ്റെ മീനിങ് എസ് ഫൈനൈറ്റ് സെറ്റാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഒരു ബൈജക്ഷൻ ഉണ്ടാകും. സേ ആ ബൈജക്ഷൻ എഫ് ആണെന്ന് വിചാരിക്കുക. എഫ് നമ്മുടെ എസ് നമ്മളെ n k+1 എന്ന് എസ്സിലേക്ക് പോകുന്ന ഒരു ബൈജക്ഷൻ ഉണ്ടാകും. അങ്ങനെയാകുമ്പം എസ്സിലെ എലമെൻറ്റ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? f(1), f(2), etc. f(k), f(k+1) ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും.
ഇനി ഞാനിവിടെ ടീനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇപ്പൊ ടി എന്ന് പറയുന്നത് എസിന്റെ സബ്സെറ്റാണ്. സോ ടിയില് എസിലെ ഏതെങ്കിലും ഒക്കെ എലമെന്റ്സ് ഉണ്ടാവാതിരിക്കാം. അപ്പൊ ഈ എഫ് ഓഫ് ഐകൾ ചിലത് ടിയിലുണ്ടാകും, ചിലത് ടിയിലുണ്ടാവില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിലത്തെ ഒരു എലമെന്റ് എഫ് ഓഫ് കെ പ്ലസ് വൺ എടുക്കുന്നു. ഈ എഫ് ഓഫ് കെ പ്ലസ് വണ് ചിലപ്പം ടിയിലുണ്ടാകും, ചിലപ്പം ടിയിലുണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ രണ്ട് കേസും ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലില്ല എന്ന കേസ് കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിൽ ഉള്ള എലമെന്റ് അല്ല. ഞാൻ നമ്മുടെ എസ് ആ എഫ് ഓഫ് കെ പ്ലസ് വണ്ണിനെ കളയുന്നു. മീൻസ് എസ് മൈനസ് എഫ് ഓഫ് കെ പ്ലസ് വൺ എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ആ സെറ്റിനെ ഞാൻ എസ് വൺ എന്ന് വിളിച്ചു. അപ്പോൾ ആ സെറ്റിലെ മെമ്പേഴ്സ് എഫ് ഓഫ് വൺ, എഫ് ഓഫ് ടു എക്സെട്ര എഫ് ഓഫ് കെ ആയിരിക്കും. കാരണം എഫ് ഓഫ് കെ പ്ലസ് വണ്ണിനെ നമ്മൾ അവിടെ നിന്ന് കളയും. അതായത് എസ് വണ്ണിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എസ് വണ്ണിൽ കെ എലമെന്റ്സ് ഉണ്ട്. കെ എലമെന്റ്സ് ഉള്ള സെറ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? നമുക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് കെ എലമെന്റ്സ് ഉള്ള ഏതൊരു സെറ്റിൻ്റെയും എല്ലാ നോൺ എംപ്റ്റി സബ്സെറ്റും ഫൈനൈറ്റ് ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ടി കൺസിഡർ ചെയ്യുമ്പോഴാണെങ്കിൽ ടിയിലെ എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല, പക്ഷേ ടി എസിന്റെ സബ്സെറ്റാണ്. ഇപ്പോൾ ടി എസിന്റെ സബ്സെറ്റാണ്, അതിലെ എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ലെങ്കിൽ അത് എഫ് ഓഫ് വൺ, എഫ് ഓഫ് ടു എക്സെട്ര എഫ് ഓഫ് കെയിലുള്ള എലമെന്റ്സുകൾ ഏതെങ്കിലും ആയിരിക്കും ടിയിൽ വരുന്നത്. ദാറ്റ് മീൻസ് ടി ഇതിന്റെ ഈ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് ഈ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് വൺ ആണ്. ദാറ്റ് മീൻസ് ടി സബ്സെറ്റ് ഓഫ് എസ് വൺ നമുക്കിപ്പോൾ കിട്ടി. ഈ എസ് വണ്ണിലാണെങ്കിൽ കെ എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് പറയാം ടി ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കേസ് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് കേസ് എഫ് ഓഫ് കെ പ്ലസ് വൺ ബിലോങ്സ് ടു ടി എന്നാണ്. എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലുള്ള കേസ് എടുക്കുന്നു. എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലുള്ള കേസിൽ നേരത്തെ പോലെ തന്നെ ഞാൻ ഈ എസ് വൺ കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് കെ പ്ലസ് വൺ ഒഴിവാക്കിയ എസ് വൺ കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് കെ പ്ലസ് വൺ ടിയിലുണ്ട്. ഞാൻ ആ ടിയിൽ നിന്ന് എഫ് ഓഫ് കെ പ്ലസ് വണ്ണിനെ ഒഴിവാക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു പുതിയ സെറ്റ് കിട്ടും. ഈ സെറ്റിനെ ഞാൻ ടി വൺ എന്ന് വിളിക്കുന്നു. ഈ ടി വൺ നമ്മുടെ എസ് വണ്ണിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. റീസൺ എന്താണ്? കാരണം എസ് വണ്ണിൽ എഫ് ഓഫ് വൺ, എഫ് ഓഫ് ടു എക്സെട്ര എഫ് ഓഫ് കെ ആണുള്ളത്. എസ്സിൽ നിന്ന് എഫ് ഓഫ് കെ പ്ലസ് വൺ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയെല്ലാം ഇതിലുണ്ട്. ടി വൺ ആണെങ്കിൽ ടിയിൽ നിന്ന് എഫ് ഓഫ് കെ പ്ലസ് വൺ ഒഴിവാക്കിയതാണ്. ടി ഓൾറെഡി എസിന്റെ സബ്സെറ്റ് ആയിരുന്നു. ആ എസിന്റെ സബ്സെറ്റിൽ എഫ് ഓഫ് കെ പ്ലസ് വൺ ഒഴിവാക്കിയപ്പോഴാണ് എസ് വൺ കിട്ടിയത്. ഇപ്പം ടി വണ്ണിൽ എഫ് ഓഫ് കെ പ്ലസ് വൺ ഇല്ല. സോ നിങ്ങൾക്ക് എന്ത് പറയാം? ടി വൺ സബ്സെറ്റ് ഓഫ് എസ് വൺ കിട്ടും. ഈ എസ് വണ്ണിന്റെ പ്രത്യേകത എസ് വണ്ണിൽ കെ എലമെന്റ്സ് ആണ്. ഇപ്പം ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എസ് വണ്ണിന്റെ ഏത് സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഫൈനൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് ടി വണ് ഫൈനൈറ്റ് ആയിരിക്കും. ടി വൺ ഫൈനൈറ്റ് ആണ്. അതിൽ നിന്ന് ടി എങ്ങനെ കിട്ടും? ടിയിലേക്ക് എഫ് ഓഫ് കെ പ്ലസ് വൺ കൂടി ആഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ടി വൺ യൂണിയൻ സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് വൺ. അതാണ് നമ്മുടെ ടി. ടി വൺ ഫൈനൈറ്റ് ആണ്. എഫ് ഓഫ് കെ പ്ലസ് വൺ സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് വൺ എലമെന്റുള്ള സെറ്റാണ്. അത് ഫൈനൈറ്റ് ആണ്. ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആണ്. നമുക്ക് നേരത്തെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി ഡിസ്ജോയിന്റ് ആണ്. ആ കേസിൽ എയും ബിയും ഫൈനൈറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഫൈനൈറ്റ് ആണെന്നുള്ള റിസൾട്ട് നമുക്കുണ്ടായിരുന്നു. സോ നമുക്കത് വെച്ചിട്ട് എന്ത് കിട്ടും? ടി ഈസ് ഓൾസോ ഫൈനൈറ്റ്. അപ്പോൾ നമ്മൾ രണ്ട് കേസിലും നമ്മളിത് ടി ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ ഇൻഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് കെ പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ബൈ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ the result is true for every n. That means every non-empty subset of a finite set is finite. ഇനി നമ്മുടെ രണ്ടാമത്തെ ബി പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി സബ്സെറ്റ് ഓഫ് എസ് ആകുന്ന സമയത്ത് ടി ഇൻഫിനിറ്റ് ആണെങ്കിൽ എസ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് ഈ ഫസ്റ്റ് റിസൾട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോൺട്രാപോസിറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം
നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ഇംപ്ലൈ ചെയ്യും. ഇത് പ്രൂവ് ചെയ്താൽ ഇത് ശരിയാണ്. അപ്പോൾ ഇതിനെയാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടത് ടി ഇൻഫിനിറ്റ് ആകുമ്പോൾ എസ് ഇൻഫിനിറ്റ് ആകുന്നുണ്ട്. അപ്പം ഇഫ് ടി ഇസ് എൻ ഇൻഫിനിറ്റ് സെറ്റ്, ഇപ്പോൾ ടി ഇസ് എൻ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പി. എസ് ഇസ് എൻ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ക്യൂ. അപ്പം നമ്മൾ ഇഫ് പി ദെൻ ക്യൂ പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇഫ് നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എസ് ഇസ് എൻ ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇതിൻ്റെ നെഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഇസ് നോട്ട് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. എസ് ഇസ് നോട്ട് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലെങ്കിൽ പിന്നെ എസ് ഫൈനൈറ്റ് ആയിരിക്കും. സോ ഇഫ് എസ് ഈസ് ഫൈനൈറ്റ് ദെൻ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഇസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ് എന്നാണ് പി. അപ്പം അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ടി ഇസ് നോട്ട് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. ടി ഇസ് നോട്ട് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പം ടി ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇത് പ്രൂവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇഫ് എസ് ഈസ് ഫൈനൈറ്റ് ദെൻ ടി ഈസ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഈസ് ഫൈനൈറ്റ്. അതാണ് നമ്മൾ ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് സെക്കൻഡ് റിസൾട്ടിന് രണ്ടും ശരിക്കും സെയിം റിസൾട്ട് തന്നെയാണ്. ഒന്ന് തിരിച്ച് പറഞ്ഞ് ഒന്നിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റേത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റിസൾട്ടും പ്രൂവ് ചെയ്തിരിക്കുന്നു. ഓക്കെ.